അതെ, നിതിൻ അംബുജൻ കെ സി വേണുഗോപാലുമായി സംസാരിക്കും. ശക്തമായ സാന്നിധ്യം ഉണ്ടാവും പാർലമെൻറ്റിൽ. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഏത് നിലപാടുകളുമായിട്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയാലും അതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമായിട്ടായിരിക്കും ഇപ്രാവശ്യം പോകുന്നത്. ഭരണഘടനയാണ് പ്രധാനപ്പെട്ട ആയുധം. മഹാത്മാഗാന്ധി പഴയ പ്രതിമ ഉള്ളടത്തുന്ന തന്നെയാകും ഇത്തവണ ഇന്ത്യ സഖ്യം തുടങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ പ്രതിമ, മഹാത്മാഗാന്ധിയുടെ പ്രതിമ സത്യത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ ചർച്ചകൾക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്കും ഒരു സന്ദേശം നൽകുന്ന മഹത്തരമായിട്ടുള്ള കേന്ദ്രമാണ്. അത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഏറ്റവും മഹനീയമായൊരു സ്ഥാനം അലങ്കരിച്ചവിടെ കൊടുത്തതാണ്. അത് അദ്ദേഹത്തിന് മൂലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുതിയ ഭാഷ്യങ്ങളൊക്കെ ഉണ്ടാക്കി മഹാത്മാഗാന്ധിയോടുള്ള അലർജി നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞത് ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണെന്നുള്ള വളരെ വിചിത്രമായ പ്രസ്താവനയുമായിട്ട് അദ്ദേഹം വന്നത്. അപ്പോൾ ഗാന്ധി നിന്ദയുടെ മറ്റൊരു രൂപമായിരുന്നു ഇത്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ആ പ്രതിമയുടെ നിന്നിരുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഇന്ന് എല്ലാ ഇന്ത്യ സഖ്യം ഒന്നിച്ച് യാത്ര ചെയ്യാം. ഒരുപാട് വിഷയങ്ങൾ, അത് ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം മുതൽ സ്പീക്കർ സ്ഥാനം അടക്കമുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ, ഇതിനെ എങ്ങനെയാകും സഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത്? ഇന്ന് സഭയിൽ ഇന്ന് അതൊന്നും ഉണ്ടായില്ല. ഇന്നും നാളെയൊക്കെ തന്നെ സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മാത്രമേ ഉള്ളൂ. മറ്റന്നാൾ സ്പീക്കർ ഇലക്ഷൻ മാത്രമേ ഉള്ളൂ. അജണ്ട തുടങ്ങുമ്പോൾ ഇപ്പം അജണ്ട മിക്കവാറും തുടങ്ങാൻ വേണ്ടി പോകുന്നത് സത്യത്തിൽ 28-ാം തീയതി മാത്രമാണ് ചർച്ചകൾ തുടങ്ങുമ്പോൾ. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നൊരു ആവശ്യം നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. എന്താകും രാഹുൽ ഗാന്ധി തീരുമാനം? ആ പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനത്തിൽ 1-2 ദിവസത്തിനകം ഇന്നും നാളെ ആയിട്ട് ആ തീരുമാനം ഉണ്ടാവും. രാഹുൽ തന്നെയാകും. അത് വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. എന്തായാലും നീറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൊണ്ട് കലുഷിതമാണ് ഇത്തവണത്തെ സഭ. മാത്രവുമല്ല, മഹാത്മാഗാന്ധിയുടെ പഴയ പ്രതിമ നിന്നിടത്ത് തന്നെ ഇന്ത്യ സഖ്യം വീണ്ടും ആരംഭിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, കലുഷിതമായ ഒരു സഭാ സമ്മേളനത്തിലേക്ക് തുടക്കം കുറിക്കുന്നു. അതിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ കരുത്ത് ഇത്തവണ സഭയിൽ കാണാൻ കഴിയുമെന്നാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന പ്രവിത. ശരി, നിതിൻ അംബുജനാണ് കെ സി വേണുഗോപാലുമായി സംസാരിച്ചത്. എന്തായാലും 18-ാം ലോക്സഭ അത്ര എന്താ പറയുന്നത് പഴയതുപോലെ സുഗമമായി പോകും എന്നുള്ള സൂചനകളല്ല നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കണ്ടറിയാം എന്താണ് അവിടെ സഭയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.